സ്തോത്രം. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം. ചില വിഷയത്തിൻ്റെ മുൻപിലാണ് അത് പറയാതിരിക്കാനൊക്കത്തില്ല. പൊതുവിൽ മരുന്നെടുക്കാത്തവര് നിയമജ്ഞന്മാരെ കണ്ട് എഴുതി വെക്കണം. എൻ്റെ സ്വമനസാലാണ് ഞാൻ മരുന്നെടുക്കാത്തത്. അത് എൻ്റെ വീട്ടുകാർക്കോ സഭക്കാർക്കോ ശുശ്രൂഷകർക്കോ പെന്തിക്കോസുകാർക്കോ ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അത് നിയമജ്ഞന്മാരുണ്ട്, അവരെ കൊണ്ട് എഴുതി ഒപ്പിടണം. അതിൻ്റെ ഒരു കോപ്പി കൈവശം വെക്കണം. സഭാ പാസ്റ്റർക്ക് കൊടുക്കണം. ഒക്കുന്നെങ്കിൽ പഞ്ചായത്ത് അവിടെയും കൊണ്ടുവന്ന് കൊടുത്തേക്കണം. പോലീസ് അധികാരികളുണ്ടെങ്കിൽ അവരുടെ കയ്യിലും കൊടുക്കണം. പിന്നത്തേതിൽ മെനക്കേട് ഒപ്പിച്ചു വെക്കരുത്. ഒന്ന്, എല്ലാവരും ഇത് ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും. രണ്ട്, പ്രായമുള്ളവര് ആരും ചാകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. തന്നെയല്ല, ചാകുകയും ചെയ്യണം. എല്ലാം കൂടെ കുത്തിയിരുന്നിട്ട് തന്നെ എടുക്കാനാ. അപ്പം ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ പോകണം. അപ്പോൾ ഒറ്റയ്ക്കിറങ്ങിയവര്, വീട്ടിൽ പ്രതികൂലമുള്ളവരൊക്കെ ഇതുപോലെ നിയമജ്ഞന്മാരെ കണ്ട് എഴുതി വെക്കണം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഇന്ന സഭക്കാർ അല്ലെങ്കിൽ ഇന്ന ശുശ്രൂഷകൻ ഇന്ന രീതിയിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ എനിക്ക് വേണ്ടപ്പെട്ടതാ, എൻ്റെ അമ്മായിയുടെ അമ്മയാ. മരിക്കുന്നതിന് മുന്നേ ഇതെല്ലാം എഴുതി വെച്ചു. ഞാൻ മരിക്കുമ്പോൾ വിശുദ്ധന്മാർ വന്ന് ഇന്നതുപോലെ, അമ്മയ്ക്കറിയാമായിരുന്നു അമ്മ മരിക്കുമെന്ന്. പല അമ്മമാരും ചാകുകയല്ലെന്നും പറഞ്ഞാൽ കിടക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ കണ്ട് പരുവക്കേടിലായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നേരത്തെ എഴുതി വെക്കുന്ന നല്ലതാണ്. അല്ലെ പിന്നീടുള്ളവർ കിടന്ന് കുഴയും. ചെറുപ്പക്കാർ എഴുതിക്കോ, ആരാ എപ്പോഴാണ് പോകുന്നതെന്ന് ആരറിഞ്ഞു? ഇതെല്ലാം കൂടി ഇവിടെ കുത്തിയിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഏതായാലും കൈ അടിക്കുന്നില്ല, പാടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ആത്മാവിലാകുന്നത്. പിന്നെ ഇതിനകത്ത് വന്ന് കുത്തിയിരുന്നിട്ട് നേരത്തെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ പാട്ടുകാരനും പാടി മുമ്പേ പോയിടുന്നവർ ആ ഭാഗ്യമെങ്കിലും ഉണ്ടാകട്ടെ, വേറെ ഭാഗ്യം വരുന്നില്ലെങ്കിൽ. അപ്പം പോകുന്നതിന് മുമ്പ് ഇതെല്ലാം എഴുതി ക്രമപ്പെടുത്തി വെക്കണം. ഞങ്ങളുടെ കൊച്ചമ്മ ഇതെല്ലാം എഴുതി ക്രമപ്പെടുത്തി. ഇന്നതുപോലെ ആയിരിക്കണം വീട്ടിലെ ശുശ്രൂഷ, സെമിത്തേരിയിൽ ഇന്നപോലെ ശുശ്രൂഷ. അത് മാത്രമല്ല, അതിനുള്ള പൈസ അമ്മച്ചി മാറ്റി വെച്ചു. കാരണം മക്കള് എല്ലാവരും ഒരു മോനേ ഉള്ളൂ, വിശ്വാസത്തിലല്ല, അവര് ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഇത് പിന്നീട് കുരുക്ക് വരുമെന്ന്. അമ്മ അതെല്ലാം എഴുതി ക്രമപ്പെടുത്തി. മൂത്ത മോള് എല്ലാം ക്രമപ്പെടുത്തി. സെമിത്തേരി കൊടുക്കേണ്ട ഭക്ഷണം വരെ അമ്മ എഴുതി വെച്ചു. മണ്ണ് വേണം, നല്ല പൂവമ്പഴം വേണം. അല്ല, അവിടെ കിടന്ന് പാളയം തോട്ടനെ മേടിക്കുകയുള്ളൂ, മറ്റോ പറയും പൂവൻ മേടിക്കണമെന്ന് അമ്മ. അവിടെ കിടന്ന് തർക്കം ഉണ്ടാകരുത്. പിന്നെ കാളാമണ്ടനെടുത്ത് മറ്റവനെ അടിക്കാനും. അമ്മ അതെല്ലാം ക്രമപ്പെടുത്തി. അവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് എന്തോ ചെയ്യണം, അതെല്ലാം കവറിനകത്തിട്ടാക്കിയെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ചെന്നു കണ്ടു, പ്രാർത്ഥിച്ചു, ആശുപത്രിയിലും പോയി കാര്യങ്ങൾ. അപ്പം സ്ക്രാഫ് കെട്ടണം, ഇന്ന ഡ്രസ്സ് ധരിക്കണം, പെട്ടിക്കുള്ള കാശ് എല്ലാം ക്രമപ്പെടുത്തി. പിന്നെ അമ്മയ്ക്കും അറിയാമായിരുന്നു പോകാറായെന്ന്. അമ്മയും ദൈവമായിട്ട് നല്ല ബന്ധത്തിലാണ് നിന്നേ. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷകൾ ഭംഗിയായി. സെമിത്തേരിയിൽ ചെന്ന് ഒരു അപശബ്ദമാകട്ടെ, ഒരു വെറുപ്പാകട്ടെ, ഒരു തർക്കമാകട്ടെ, ആർക്കും ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഏകരായിട്ട് വിശ്വാസത്തിൽ വന്നവരും വീട്ടിൽ പ്രതികൂലമുള്ളവരും അറിയാമല്ലോ കൊച്ചുങ്ങൾ ചിലപ്പോൾ പെന്തിക്കോസിലാണെങ്കിലും എല്ലാം ഗുണപ്പെട്ടതല്ല, എല്ലാം ഒന്നും ഗുണം വന്നതല്ല. പിന്നെ അവിടെ കിടന്ന് മോരടും. അത് ഇടയുണ്ടാക്കി വെക്കരുത്. അതൊക്കെ നേരത്തെ ക്രമപ്പെടുത്തി എഴുതി ചിട്ടപ്പെടുത്തി വെക്കണം. ഇതെന്താ ഇപ്പോൾ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രശ്നങ്ങൾ പലയിടത്തും നടക്കുക. മരുന്നെടുക്കാതിരിക്കുന്നത് നല്ലത്. അത് അവനവൻ്റെ വിശ്വാസം, ദൈവവുമായിട്ടുള്ള ബന്ധമാണ്, അതൊരു കൃപാവരവുമാണ്. അങ്ങനെ എടുക്കാത്തവർ കൃത്യമായിട്ട് എഴുതി വെക്കണം. നിങ്ങൾ അവസാനം ബോധം കെട്ടുപോയാൽ നിൽക്കുന്നവൻ തല്ലുകൊള്ളും. നമ്മൾ കൊണ്ടുപോകാത്തതെന്ന് പറയും. അതുകൂടെ ചേർത്തേക്കണം. അഥവാ ഞാൻ ബോധം കെട്ടുപോയാലും എന്നെ കൊണ്ടുപോകരുത്. എഴുതി വെക്കണം. അതൊക്കെ അവർ വകുപ്പ് അറിയാവുന്നവരുണ്ട്, അവരത് ചേർത്ത് എഴുതി വെക്കും. ചുമ്മാ സഭക്കാർക്കും ദൈവദാസന്മാർക്കും പെന്തിക്കോസുകാർക്കും മെനക്കേട് ഒപ്പിച്ച് വെച്ചേക്കരുത്. അത് നിങ്ങളോട് ഇപ്പം നിങ്ങൾ പറയും ഇയാളല്ലേ കൊല്ലാൻ നടക്കുകയാണോ എന്ന്. ആരെയും കൊല്ലാൻ നടക്കുക. എല്ലാവർക്കും ദൈവം ദീർഘായുസ് തരട്ടെ. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. പണ്ടത്തെ കാലമല്ലിപ്പം പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കണം. കൂടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും ഒക്കെ പറയുന്നത് നല്ലതാണ്. കാരണം അതുങ്ങൾക്കും ചിലപ്പം ബോധം കെട്ടുപോകും. അപ്പോൾ അവരോട് പറയണം. ഒക്കുന്നെങ്കിൽ എല്ലാവരോടും വല്ലപ്പോഴും ഒന്നും പറയുന്നത് ഈ നുണയും കൊതിയും പറയുന്നില്ലെന്നല്ല, ഇതൊക്കെ അങ്ങ് പറഞ്ഞേക്കണം. എൻ്റെ സൂസമ്മ ഞാൻ ചാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നില്ല, സൂസമ്മയെങ്കിലും ഓർത്തിരിക്കും. എന്നോട് പറഞ്ഞാന്ന് പറയും. അത് രേഖാപൂർവം എഴുതി വെക്കുന്നതാ ഉചിതം. അതെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം വളരെ പ്രശ്നങ്ങളിൽ കൂടി പോകുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ആ കാര്യം, അമേരിക്കയിലൊക്കെ എനിക്ക് എല്ലാ കാര്യവും അറിയത്തില്ല, അവരൊക്കെ എഴുതി വെക്കും. ഇല്ലയോ? എഴുതി വെക്കും. ഇല്ലെങ്കിൽ പാറ്റുള്ളവനെ പിടിച്ചോണ്ട് പോയാൽ എടുക്കും ഒക്കെ കൃത്യമായിട്ട്. എനിക്കറിയാം, ലൈസമാമയുടെ ജ്യേഷ്ഠത്തി കുഞ്ഞോളമാമ നേഴ്സായിരുന്നു ദീർഘവർഷങ്ങൾ. പക്ഷെ മരുന്നെടുക്കുകയല്ലായിരുന്നു. നേഴ്സാ, ആശുപത്രി ജോലി ചെയ്യുകയായിരുന്നു. അത് ചുമ്മാ സിറിജുമായിട്ട് നടക്കുന്ന നേഴ്സ് മാത്രമല്ല,
പഠിച്ച് നന്നായിട്ട് പഠിച്ചതാ. കാനഡയിലെ എനിക്ക് വന്ന് 45-50 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. മരുന്നെടുക്കുകയല്ലായിരുന്നു, രോഗശാന്തിക്ക് നിന്നതാ. മരിക്കുന്നത് വരെ മരുന്നെടുത്തില്ല. GBMലെ മൂപ്പന്മാരും വിശ്വാസികളൊക്കെ. പക്ഷേ കുഞ്ഞളമാമ ഇതെല്ലാം എഴുതി ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തർക്കവും ഇല്ല, പ്രശ്നവും ഇല്ല, നിന്നവർക്കും വലിയ കുഴപ്പം ഇല്ല. അതുകൊണ്ട് ഈ കാര്യം വളരെ ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടും കൂടെ ഓർപ്പിക്കുക. ഈ സഭയിൽ വരുന്നവരോടല്ല, ഈ ലൈവിലുള്ളവര്, എന്നെ കേൾക്കുന്ന സകല ആൾക്കാരോടും ഓർപ്പിക്കുക. സഭയ്ക്ക് മെനക്കേടുണ്ടാക്കി വെക്കരുത്, ശുശ്രൂഷകർക്ക് മെനക്കേടുണ്ടാക്കി വെക്കരുത്, ശേഷമുള്ള പെന്തിക്കോസുകാർക്ക് നാശം ഒപ്പിച്ചു വെക്കരുത്. സ്വമനസാലെ ഞാൻ ചെയ്യുന്നതാണ്, എൻ്റെ ഇഷ്ടമാണ്, ഇതിൽ വേറെ ആരും ഉത്തരവാദിയല്ല, ഞാനാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് ഒക്കുന്നെങ്കിൽ 50 പേരുടെ ഒപ്പിടിട്ടേരും. ജീവിച്ചിരിക്കുമ്പോൾ അതല്ലേ നല്ലത്? ഇഷ്ടം പോലെ ഇവിടെ തന്നെ തരണമുണ്ട്, എല്ലാം നേരത്തെ അങ്ങ് ഒപ്പിട്. പണ്ട് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേ ഫുട്ബോൾ കൊടുക്കാൻ പറഞ്ഞ പോലെ എല്ലാവരോടും ഒപ്പം മേടിക്കുക. നാശം ഒപ്പിച്ചു വെക്കരുത്. ഇത് വിശേഷമായിട്ട് സകല ബന്ധിക്കോസുകാരോടും കൂടെ ഓർപ്പിക്കുക. മരണത്തിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ, ഇതൊക്കെ ക്രമീകരിച്ച് വെക്കണം. ഇല്ലേ, ഡെഡ് ബോഡി വെച്ചു വില പറയും, ഞാൻ അമ്മയെ കത്തിക്കും, ഉടനെ മറ്റും പറയും ഞാൻ അടക്കും, ഉടനെ മറ്റും പറയും ഞാൻ സെല്ലിനകത്ത് കയറ്റും. തള്ളയാക്കമുള്ള കാലത്താണ് തള്ളയാടി എഴുന്നേറ്റ് എല്ലാത്തിനെയും ഒതുക്കി വെച്ച് തന്നെ സെല്ലിൽ കയറുന്ന തള്ളയാ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പം അതെല്ലാം നിങ്ങളുടെയൊക്കെ വിചാരം ആരും ചാകുകയല്ലെന്ന് പറഞ്ഞാണോ? ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്നതോർക്കായിലെന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എൻ്റെ സോദര മൃത്യു വരുന്ന ഓർക്കായിലെന്തു കഷ്ടമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ ഏത് സമയത്തും നടക്കുന്ന 2 കാര്യമാ. ഒന്ന് നമ്മുടെ മരണം, 2 നമ്മുടെ കർത്താവിന്റെ വരവ്. ഇത് 2 വേറെ സമയത്ത് നടക്കും. ഞാൻ ഇനി ചില കാര്യം പറയുമ്പോ അതെന്നാ പാസ്റ്റ് ഇപ്പൊ അങ്ങനെ പറഞ്ഞേ എന്നാ, അപ്പൊ ഞാനിവിടെ അങ്ങ് പറയാ. എന്റെ ആഗ്രഹം കർത്താവിന്റെ വരവ് വരെ എനിക്ക് ശുശ്രൂഷിച്ച് വരവിൽ എടുക്കപ്പെടണമെന്ന എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അതാ, കർത്താവിന്റെ വരവ് വരെ. അപ്പൊ നിങ്ങൾ എനിക്ക് പോകാൻ താല്പര്യമില്ലേ എന്ന്, എനിക്ക് അവിടുത്തെ വരവ് വരെ ശുശ്രൂഷിച്ച് വരവിൽ എടുക്കപ്പെടണം. അതാ എൻ്റെ ആഗ്രഹം. അതല്ല, അതിനു മുമ്പ് ഞാൻ ചേർക്കപ്പെടുന്നത് അവിടുത്തേക്ക് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ പറയാൻ പോവാ. അതിനു മുമ്പ് ഞാൻ ദൈവസന്നിധി ചേർക്കുകയാണെങ്കിൽ എൻ്റെ പെട്ടി സുവിശേഷകർ മാത്രമേ എടുത്തോണ്ട് പോകാവൂ. കോണം പിടിക്കാത്ത ഒരെണ്ണം തൊട്ടേക്കരുത്. ഞാൻ ഉപ്പാപ്പൻ്റെ മോന, ചേട്ടൻ്റെ മോന, അമ്മാച്ചൻ്റെതാ, അനന്തരവൻ തൊട്ടേക്കരുത് കേട്ടോ. രേണുവും ജോഷുവായും കേട്ടോണം. എന്നെ ഇപ്പൊ കൊല്ലുവൊന്നും വേണ്ട. ആ ഡെഡ് ബോഡി സുവിശേഷ വേലക്കാരെ പെട്ടിയെടുക്കാവൂ, വേറെ ആരും തൊട്ടേക്കരുത്. അന്നത്തെ സാഹചര്യം അനുസരിച്ച് 1-2 ദിവസം ഒന്ന് വെച്ചു. കാരണം ആർക്കെങ്കിലും ഒക്കെ ഒന്ന് കാണണമെങ്കിൽ ഇരുന്നത് കാണട്ടെ. പാട്ട് പ്രാർത്ഥനയും മുടക്കുകയും ചെയ്യരുത്. ഒരെണ്ണം കരഞ്ഞേക്കരുത്. എന്തിനാ കരയുന്നേ? നമ്മൾ പോകേണ്ട സ്ഥലത്തോട്ടല്ലേ പോകുന്നേ. എന്തിനാ കരയുന്നേ? എന്തിനാ? ദൈവത്തിന് മഹത്വം. ചെല്ലാന്നെ ഭയങ്കര പാര വെച്ച ചന്നാര് വരുന്ന്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല പ്രത്യാശയോടെ വേണം ഓരോരുത്തരും പോകാൻ. കാര്യം അങ്ങ് പറയുന്നേ ഉള്ളൂ. അന്നേരത്തെ അനുസരിച്ച് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ മകനീയമായി ശുശ്രൂഷ ചെയ്ത് വേണം സംസ്കരിക്കാൻ. ഇപ്പം ചാകുന്ന കാര്യമല്ല പറഞ്ഞ്, ഞാൻ മുന്നേ അങ്ങ് പറയുക.
എൻ്റെ ആഗ്രഹം മറ്റു കുഴപ്പമൊന്നും വന്നെങ്കിൽ കാവാലത്ത് തന്നെ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് അവിടെ കല്ലറ കെട്ടി എന്നെ അടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് വരുന്നതിന് മുമ്പ് ഞാൻ ചേർക്കപ്പെടുന്ന ദൈവഹിതമാണെങ്കിൽ എൻ്റെ ആഗ്രഹം വരവുവരെ ശുശ്രൂഷിക്കണമെന്നാണ്. നമുക്കറിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ പദ്ധതി. ഇത് നിങ്ങളെല്ലാവരും ഓർമ്മയിരുന്നോണം. അതുപോലെ അന്നേ ദിവസം ശുശ്രൂഷയിൽ ദൈവമക്കൾ ഇവിടെ സഭയിലുള്ള മുഴുവനുണ്ടോ നല്ല വെള്ള വസ്ത്രധാരികളായി പ്രത്യാശയോടെ സന്തോഷത്തോടെ നല്ല ശരിക്ക് ഭക്ഷണവും കഴിച്ചോണം. അവിടെ വന്ന് വെച്ചൊന്നും കുത്തിയൊന്നും ഇരിക്കരുത്. കാപ്പിയും ചായയും ഒക്കെ നല്ല മീനും ഇറച്ചിയും കൂട്ടി ഉണ്ടേച്ച് വേണം ഇരിക്കാൻ. ചുമ്മാ അവിടെ കിടന്ന് ഉറക്കം തൂങ്ങിയിരുന്ന ഉരുണ്ട് താഴെ വീഴാനും അവിടെ ഇരുന്ന് പ്രാകാനും ദൈവമേ കാലം കാണണം ഞങ്ങൾക്ക് വെള്ളം പോലും കുടിക്കാൻ ഒന്നും ഉണ്ടാകരുത്. ചൂപ്പാസ്റ്റോട് പ്രത്യേകിച്ച് പറയാം. ഇപ്പം ഞാൻ ചാകത്തില്ല എങ്കിലും ഞാനങ്ങ് പറയാം. നിങ്ങൾ ആരാന്ന് അറിയത്തില്ല. നമ്മളെല്ലാം കർത്താവിൻ്റെ വരെ ശുശ്രൂഷിക്കണം. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന നല്ലതാ, ദൈവത്തിന് മഹത്വം അല്ലെ. പിന്നീട് അതൊരു പ്രശ്നവും തർക്കവും ഒന്നും ഉണ്ടാകരുത്. ദൈവദാസന്മാർ വന്ന് മഹനീയമായി, എൻ്റെ ആഗ്രഹം പാസ്റ്റർ ഉണ്ടെങ്കിൽ പാസ്റ്റർ വരുന്നതാണ് നല്ലത്. ദൈവത്തിന് മഹത്വം. എല്ലാവരുടെയും ആഗ്രഹം. ഇതിന് കാരണം എന്നാണെന്നറിയാമോ? ഒത്തിരി പ്രശ്നങ്ങൾ പലയിടത്തും നടക്കുന്നു. ഇത് വരാതിരിക്കാനായി ഇത് മുന്നമേ പറയാനേ. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ഒക്കെന്നെങ്കിലൊക്കെ എഴുതി വെക്കണം. കാരണം പിന്നീട് ഇത് പ്രശ്നമാണ്. അടക്കത്തിന് തർക്കം, എവിടെ അടക്കണം, ആരടക്കണം, എങ്ങനെ അടക്കണം, എന്തോ കൊന്ത്രാക്കൊള്ളിയാ ഒപ്പിക്കുന്നെന്നറിയാമോ? എടാ, കൊണപ്പെട്ടവനെ വീടിന്റെ മുറ്റത്ത് അടക്കിയാലും കേരളം ധനിക്കുമ്പോൾ അവൻ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. അവനെ കുമ്പനാട്ട് അടക്കണമെന്നുമില്ല, മുളക്കുടയിൽ അടക്കണമെന്നുമില്ല, പുനലൂർ അടക്കണമെന്നില്ല, പ്രത്യേക സെല്ലിനകത്ത് കൊണ്ട് വെക്കണമെന്നില്ല. കൊണപ്പെട്ടവൻ അവൻ വഴിയരികലാന്നേലും അടക്കിയാൽ അവൻ നിനക്ക് ചിലപ്പോൾ 2 സെന്റേ ഉള്ളു. അതിനകത്താന്നേലും കാകളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ പുത്തൻ ശരീരത്തോട് ഉയർത്തു വരും. ഇതാണ് നമ്മുടെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഡെഡ് ബോഡി വല്ലതും കാണിക്കാൻ വെക്കുകയാണെങ്കിൽ സൗകര്യമുള്ളിടത്ത് വെക്കണം. വീട്ടിൽ തന്നെ വെച്ചോണ്ടിരുന്ന് വിടവുമില്ല, പൊത്തുമില്ല, ആൾക്കാർ കിടന്ന് കുഴയരുത്. നല്ല വലിയ ഓഡിറ്റോറിയം വന്ന് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ എടുത്തേച്ച് വേണം അവിടെ വെച്ച് കാണാനും കേൾക്കാനും. ഒരെണ്ണം പട്ടിണിക്കിരിക്കരുത്. നന്നായിട്ട് വെള്ളവും കുടിച്ചോണം, ആഹാരവും കുടിച്ചോണം, തൃപ്തി. അതിനൊക്കെ കാശൊക്കെ ദൈവം തന്നോളും. എന്നാൽ നാളെ നമുക്ക് കാറ്ററിംഗുകാരോട് പറയാനൊന്നും പറയണ്ട. അതിപ്പോൾ നടക്കുകയല്ല, അതൊക്കെ വേറെ കേസ്. അങ്ങനെ ഒന്നും ഉടനെ ഒന്നും പോകുകയല്ല. ഞാനെങ്കിലും ഓടുന്ന പട്ടിക്ക് ഒരു വഴം കൂട്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതിന്റെ കാരണം എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. കാരണം പിന്നാലെ നിൽക്കുന്ന എല്ലാം ഒന്നും ഗുണപ്പെട്ടതല്ല. പിന്നെ അവിടെ കിടന്ന് തർക്കവും വാദവും പ്രശ്നവും ഉണ്ടാകരുത്. ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് നേരത്തെ പറയുന്നത്. ദൈവമക്കളെല്ലാം ഇത് ശ്രദ്ധിക്കണം. വിശേഷിച്ച് ഈ സഭയിൽ കൂടുന്ന എല്ലാവരും ഇത് ശ്രദ്ധിച്ചോണം. പിന്നത്തെ അതിലൊരു തർക്കമോ വാദമോ പ്രശ്നമോ ഒന്നും ഉണ്ടാകരുതെന്നുള്ള കാര്യം വിശേഷമായിട്ട് ഓർപ്പിക്കുക. ദൈവം എല്ലാവർക്കും ദീർഘായുസ്സ് തരട്ടെ. ആമേൻ, സ്തോത്രം. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കും കർത്താവാകുന്ന യഹോവയ്ക്കുള്ളതയാ. കാലിനെ വീക്ഷിക്കുന്ന പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്ക് എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരികിൽ നിന്നതും. മരണത്തിൻ തരുണങ്ങൾ പലതു വന്നതും മരണദൂതനരികിൽ നിന്നതും. ഓ ഇരുളിലായ ദുരിതമോടെ, ഓ ഇരുളിലായ ദുരിതമോടെ, ഓ കരയുന്നതും കണ്ടു വീണ്ടും നാഥനെ അൻപിതോ. ഓ യേശുനായക തന്നിതോ ഏഴകാല ജീവനേ. ആമേൻ, അൻപിതോ. ഓ യേശുനായക തന്നിതോ. ഓ ഏഴകാല ജീവനേ. എത്രയോ അതിക്രമ ചെയ്ത ദോഷിഞ്ഞ ആമേ എനിക്ക് രക്ഷ ലഭിക്കൂ എന്നോ. ഓ എത്രയോ അതിക്രമ ചെയ്ത ദോഷി ഞാനാമേ എനിക്ക് രക്ഷ ലഭിക്കുമെന്നു നിരച്ച നല്ല. ഓ അനിവുറോ തിരഞ്ഞുകൊള്ളോ. ഓ അനിവുറോ. ഓ തിരഞ്ഞുകൊള്ളോ. ആമേൻ, അരുമസുതന അണച്ചുകൊള്ളോ. അൻപിതോ. ആമേൻ, യേശുനായക തന്നിതോ ഏഴകാല ജീവനേ. ആമേൻ, അൻപിതോ. യേശുനായക തന്നിതോ ഏഴകാല ജീവനേ. ഓ അൻപിതോ. യേശുനായക ആമേൻ തന്നിതോ.